ചേമ്പ് കൃഷി, കണ്ടിച്ചേമ്പ്, കണ്ണൻ ചേമ്പ് എന്നൊക്കെ ഇവിടെ തൃശ്ശൂർ ഭാഷ. ഇതുപോലെ ഒരു കുഴി 2 അടി അല്ലെങ്കിൽ ഒരു 2.5 അടി വട്ടത്തിൽ ഇങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ ചതുരത്തിലെടുത്തോ, അതൊന്നും ഏതായാലും കുഴപ്പമൊന്നുമില്ല. ചേമ്പിനറിയില്ല അതൊന്നും. അപ്പോൾ അതിൻ്റെ നടുവിലൊരു ഇരിക്കക്കുഴി. താഴ്ച ഈ വലിയ കുഴിക്ക് വെറും 5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചൊക്കെ മതി. സെൻറ്ററിലൊരു ഇരിക്കക്കുഴി, അതും അതൊരു 5 ഇഞ്ച് താഴ്ത്ത. അടി ചേമ്പിനുണ്ടോ ഒന്ന് വൃത്തിയാക്കുക. ഈ ഉണങ്ങിയാലും ഇതിൻ്റെ ദ്രവിച്ച വേരുകളൊക്കെ മുറിച്ച് കളയുക. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഒന്നിന് വൃത്തിക്കും എടുപ്പിനും ഇതിന് എടുക്കണം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കൂടുതലുള്ളതൊക്കെ മുറിച്ച് കളയാം. നമുക്ക് ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഇത് മതി ഇത് കടയ്ക്ക്. കണ്ടോ, അത് ഇനി ഈ ഇരിക്കക്കുഴിയിൽ വെച്ച് നമ്മൾ മണ്ണിട്ട് മൂടണം. കണ്ടോ, ഇതാണ് ഇരിക്കക്കുഴി ഈ ചേമ്പിന് ഇരിക്കാനായിട്ട്. ചേമ്പ് കൂടുതലും മുകളിലേക്ക് തന്നെ ഉണ്ടായി വരോ. കണ്ടോ, ഒന്ന് നല്ല മണ്ണിട്ട് കൊടുക്കുക, അതിന് ശേഷം ഒന്ന് ചവിട്ടി കൂട്ടുക. അപ്പോൾ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ കേടുവരും. കണ്ടോ, ഇതുപോലെ ഇനി കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ ചുറ്റിനിടുക. ചാണകം വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും വളങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഈ ചേമ്പ് കണ്ടോ ഫുള്ള് മറ്റേ പുല്ലുകൾ വന്നു. കണ്ടോ, അതൊക്കെ നമ്മൾ പറിച്ചു കളയണം. ഈ ചേമ്പിൻ്റെ കടയ്ക്ക് നല്ല മണ്ണ് ഇളകി കിടക്കണ കാരണം പുല്ലിന് വളരാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ചേമ്പിൻ്റെ വേര് മുഴുവനും മോളിക്കാണ് വരും, മോളിക്ക്. അതാണ് താഴത്തേക്ക് പോവില്ല. ഇതിന് വലിയ ശക്തിയുള്ള സാധനമല്ല. അപ്പം നമ്മൾ ഈ വേര് ഇപ്പോൾ കാണിച്ചു തരാം. ഈ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേര് കാണാം. കണ്ടോ, ഇതാണ് ചേമ്പിൻ്റെ വേരുകൾ. ഇതന്നെ കണ്ടോ. ഇനി നമ്മൾ കുറച്ച് നല്ല ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇന്ന് 2024 മെയ് 15. ഇന്നത്തെ ചേമ്പിൻ്റെ വില 1 കിലോയ്ക്ക് കണ്ടിച്ചേമ്പ് 100 രൂപയാണ്, 100 രൂപ. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 5 കിലോ അല്ലെങ്കിൽ 8 കിലോ ഒക്കെ ചേമ്പിൻ്റെ വിത്ത് കിട്ടും. അതാണ് നമ്മൾ വിൽക്കാം, വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഉണ്ടോ, ഇതൊക്കെ കണ്ടു പഠിച്ചോ ഒന്ന്.